നമസ്കാരം. ഓപ്പറേഷൻ തൂഫാൻ ലഹരിക്കെതിരെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ശക്തമായി മുന്നോട്ട് പോകുന്നു. ശക്തമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കണ്ണികളെ ഇന്ന് പോലീസ് പിടിച്ചിട്ടുണ്ട്. അതിൽ 12 പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്ത ക്രൈം 472/2026 കേസുമായി ബന്ധപ്പെട്ട് ഒരു നൈജീരിയൻ പൗരൻ സാമുവൽ ക്ലിഫ്സൺ ഓക്ഫോർ എന്ന ആളിനെയും പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് പോലീസ് സ്റ്റേഷൻ ക്രൈം 147/26 കേസുമായി ബന്ധപ്പെട്ട് എൽസീന സന്താൻ സൂസ എന്ന വിദേശ വനിതയെയും അന്വേഷണ സംഘത്തിന് ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകം 728 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 795 പേരെ അറസ്റ്റ് ചെയ്തു. ഇത്രയും ദിവസം കൊണ്ട് ദിവസവും ഇത്തരം കേസുകളിൽ പ്രതികളെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിനെ പ്രശംസിക്കാതെ വയ്യ. പലരും തങ്ങളുടെ ബിസിനസ് കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയപ്പോൾ നാടിനെ നശിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനും ഇതുവരെ ആളില്ലായിരുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നാടിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്ന് കള്ളക്കടത്തുകാർക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൂടി അകത്താക്കുമ്പോഴേ ഈ പദ്ധതി പൂർണ്ണ വിജയമാണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഒപ്പം ഇത് ഉപയോഗിക്കുകയും ഇതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രമുഖരെയും അകത്താക്കുകയും വേണം. ഏത് ഭരണം ആയാലും പോലീസിൻ്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഓപ്പറേഷൻ തൂഫാൻ മാറരുത്. കാരണം ഉദ്യോഗസ്ഥ സപ്പോർട്ടില്ലാതെ ഇത് നടക്കില്ല എന്നത് 100% സത്യമാണ്. ഉദ്യോഗസ്ഥ വോട്ട് ബാങ്ക് നോക്കാതെ ഇത്തരം കാര്യം കൂടി വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കുമെന്ന് നമുക്ക് കരുതാം.